ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വദ്രയും പ്രചാരണത്തിനായി ഉത്തർപ്രദേശിൽ. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. വേനൽ മഴ ലഭിച്ചതോടെ പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള കൃഷിക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച കർഷകർ. പത്തനംതിട്ട നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത തുടരുന്നു. ഇടവമാസ പൂജയ്ക്കും പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കുമായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ ഡൽഹി പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തേതുമായ ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. വോട്ടെടുപ്പ് ജൂൺ 1 നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിമാർ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, MPമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ന് അമേഠിയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഖൊരഗ്പൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഇന്ന് ഝാൻസിയിൽ പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തും. ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതിയും ഇന്ന് ഝാൻസിയിൽ പര്യടനം നടത്തും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ പ്രചാരണത്തിനുണ്ട്. അതിനിടെ നാലാം ഘട്ടത്തിൽ 67.71% എന്ന ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചു നടന്ന ആന്ധ്രാപ്രദേശിൽ പോളിംഗ് ശതമാനം 78 കടന്നു. ജമ്മുകാശ്മീരിൽ 40%-നടുത്താണ് പോളിംഗ്. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 മണ്ഡലങ്ങളാണ് നാലാം ഘട്ടത്തിൽ വിധിയെഴുതിയത്. ബിഹാർ രാഷ്ട്രീയത്തിൽ 3 പതിറ്റാണ്ടുകാലം നിറഞ്ഞുനിന്ന ശ്രീ സുശീൽ മോദിയുടെ അകാല വിയോഗം കനത്ത നഷ്ടമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. BJPയുടെ അഭിമാനമായിരുന്ന നേതാവിന്റെ വിയോഗം സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന വിടവ് വലുതാണ്. മലയാളത്തിന്റെ മരുമകൻ കൂടിയായിരുന്ന പ്രിയ നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതായും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഒരു വർഷത്തിനുള്ളിൽ PMFME വഴി മാത്രം 2548 വ്യവസായ യൂണിറ്റുകൾ സംസ്ഥാനത്ത് ആരംഭിക്കാനായത് വ്യാവസായിക മുന്നേറ്റത്തിന്റെ ഉദാഹരണമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. PMFME പദ്ധതിയിലൂടെ 2023-24 സാമ്പത്തിക വർഷത്തിൽ 2500 യൂണിറ്റുകൾ തുടങ്ങാനായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിൽ 2548 സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു. കേരളമടക്കം കേവലം 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് കേന്ദ്രം നൽകിയ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചത്. ഇന്നലെ പുലർച്ചെ മത്സ്യബന്ധന ബോട്ടിലിടിച്ച് മുങ്ങിയ യുവരാജ് സാഗർ എന്ന ചരക്ക് കപ്പൽ സംസ്ഥാന കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. അറബിക്കടലിൽ പൊന്നാനി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ചരക്ക് കപ്പൽ കൊച്ചി തുറമുഖത്തേക്ക് കൊണ്ടുപോകുമെന്ന് പോലീസ് അറിയിച്ചു. പത്തനംതിട്ട നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷികളെ കൂട്ടത്തോടെ കൊല്ലുന്ന നടപടികൾ ആരംഭിച്ചു. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ 400,000 പക്ഷികളെയാകും കൊന്നൊടുക്കുക. താറാവും കോഴിയും മറ്റ് വളർത്തുപക്ഷികളും ഇതിൽ ഉൾപ്പെടും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച 1 കിലോമീറ്റർ ചുറ്റളവ് ഇൻഫെക്റ്റഡ് സോണായും 10 കിലോമീറ്റർ ചുറ്റളവ് സർവൈവൽ സോണായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ചാലിയാറിലും പോത്തുകല്ലിലുമാണ് യോഗം ചേർന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 3 പേരാണ് മരിച്ചത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലം കഴിഞ്ഞ 5 മാസത്തിനിടെ 8 മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. 3000-ലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കളക്ടർമാരോടും DMOമാരോടും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് മെയ് 15 മുതൽ 18 വരെ നടക്കും. ഇന്ത്യയ്ക്ക് പുറത്തുള്ള 26 നഗരങ്ങൾ ഉൾപ്പെടെ 379 നഗരങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് NTA അറിയിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിന് സമീപം ആനക്കുഴിക്കരയിൽ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കാനായില്ല. മണിക്കൂറുകളോളം ആളിപ്പടർന്ന തീ അണയ്ക്കാൻ മീഞ്ചന്ത, വെള്ളിമാടുകുന്ന്, ബീച്ച്, മുക്കം ഫയർ സ്റ്റേഷനുകളിൽ നിന്നും അഗ്നിരക്ഷാസേന പ്രവർത്തകരെത്തി. തീപിടുത്തമുണ്ടായ സമയത്ത് കമ്പനിയിൽ തൊഴിലാളികളും തൊട്ടടുത്ത വീടുകളും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് കല്ലുത്താൻ കടവിന് സമീപം ഇന്ന് പുലർച്ചെ ആംബുലൻസ് വൈദ്യുതി തൂണിലിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ രോഗി വെന്തുമരിച്ചു. നാദാപുരം സ്വദേശിനി സുലോചനയാണ് മരിച്ചത്. മൊടക്കല്ലൂരിലെ ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്ത രോഗിയെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അപകടം. തീപിടുത്തത്തിൽ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് തീ പടർന്നെങ്കിലും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വാഹനത്തിലുണ്ടായിരുന്ന മെഡിക്കൽ സംഘത്തിനും പരിക്കേറ്റു. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽ മഴ ലഭിച്ചതോടെ പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള കൃഷിക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിക്കുന്നതിനാൽ ഉടനെ നിലമുഴുത് മറിക്കണമെന്നാണ് കൃഷിവകുപ്പ് കർഷകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൺകട്ട ഉടച്ച് നിലം തയ്യാറാക്കുന്ന പണികളാണ് പുരോഗമിക്കുന്നത്. തുടർന്ന് ഉഴുതെടുത്ത നിലത്ത് കളനിയന്ത്രണം നടത്തും. അതേസമയം കഴിഞ്ഞ രണ്ടാം വിളക്കാലത്ത് നെല്ലുൽപാദനത്തിൽ വൻതോതിൽ കുറവുണ്ടായതായാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. 11.5 കോടി കിലോഗ്രാം നെല്ലാണ് നിലവിൽ സപ്ലൈകോ ജില്ലയിൽ നിന്ന് സംഭരിച്ചിരിക്കുന്നത്. കടുത്ത വേനലും വെള്ളത്തിന്റെ അപര്യാപ്തതയുമാണ് ഉൽപാദനം കുറിച്ചതെന്നാണ് കർഷകർ പറയുന്നത്. 3000 ഹെക്ടറിലെ രണ്ടാം വിള കൊയ്യാനാകാതെ ഉണങ്ങി നശിക്കുകയും ചെയ്തു. ജലസേചനം അപര്യാപ്തമായതിനാൽ ഉൽപാദനം ഏക്കറിന് 2000 കിലോ വരെയായി കുറയുകയും ചെയ്തുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായതും ഇടിയോട് കൂടിയതുമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. അതിനിടെ ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ചയോടെ തെക്കൻ ആൻഡമാൻ കടലിലേക്കും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലേക്കും കാലവർഷം എത്തിച്ചേർന്നേക്കും. പത്തനംതിട്ടയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടവമാസ പൂജ, പ്രതിഷ്ഠാ ദിനം തുടങ്ങിയവയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഇടവം 1 നാളെ മുതൽ 19 വരെയാണ് പൂജകൾ. 19-ന് സന്നിധാനത്ത് പ്രതിഷ്ഠാദിന കലശപൂജ നടക്കും. ഇടവമാസ പൂജ, ശബരിമല പ്രതിഷ്ഠാദിനം എന്നിവ ഒരുമിച്ച് വന്നതിനാൽ തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് KSRTC 100 ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ എലിഫന്റ് സ്ക്വാഡിനെയും നിയോഗിച്ചിട്ടുണ്ട്. കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം രാവിലെ കോഴിക്കോട് കരിപ്പൂരിൽ ഇറങ്ങേണ്ട 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇവ നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലുമായി ഇറങ്ങും. കരിപ്പൂരിൽ നിന്ന് പുറപ്പെടാനുള്ള 2 വിമാനങ്ങൾ വൈകി. നിലവിൽ സർവീസ് സാധാരണ നിലയിലാണെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം 2448 സ്ത്രീകൾ ഉൾപ്പെടെ 4474 പേർ കൊച്ചി വിമാനത്താവളം വഴി ഹജ്ജിന് പോകും. കൂടാതെ ലക്ഷദ്വീപിൽ നിന്നുള്ള 93 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള 105 പേരും കർണാടകയിൽ നിന്ന് 2 പേരും കൊച്ചി വഴിയാണ് പോകുന്നത്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിമാനത്താവളത്തിൽ 1,00,000 ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന ഹജ്ജ് ക്യാമ്പ് ഈ മാസം 24 മുതൽ അടുത്ത മാസം 10 വരെ നടക്കും. ഈ മാസം 26-ന് സൗദി എയർലൈൻസിന്റെ ആദ്യ വിമാനം ഉച്ചയ്ക്ക് 12:30-ന് 279 ഹാജിമാരുമായി പുറപ്പെടും. അടുത്ത മാസം 9-ന് അവസാനിക്കുന്ന രീതിയിൽ 16 സർവീസുകൾ ഉണ്ടായിരിക്കും. സിനിമാ സംവിധായകനും നിരവധി സീരിയലുകളുടെയും ഡോക്യുമെന്ററികളുടെയും തിരക്കഥാകൃത്തുമായ ബിജു വട്ടപ്പാറ അന്തരിച്ചു. മൂവാറ്റുപുഴയിൽ സ്വകാര്യ ആവശ്യത്തിനെത്തിയപ്പോൾ കുഴഞ്ഞു വീണ് അന്ത്യം സംഭവിച്ച അദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു. സുരേഷ് ഗോപി നായകനായ രാമരാവണൻ, സ്വന്തം ഭാര്യ സിന്ദാബാദ്, മൈ ഡിയർ മമ്മി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. MC കട്ടപ്പന എന്നറിയപ്പെടുന്ന പ്രശസ്ത നാടക നടൻ MC ചാക്കോ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2007-ൽ മികച്ച നാടക നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വദ്രയും പ്രചാരണത്തിനായി ഉത്തർപ്രദേശിൽ. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. വേനൽ മഴ ലഭിച്ചതോടെ പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള കൃഷിക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച് കർഷകർ. പത്തനംതിട്ട നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത തുടരുന്നു. ഇടവമാസ പൂജയ്ക്കും പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കുമായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ലക്നൌ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.